ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു പോളയാണിത്, കേക്കിൻ്റെ പോളയാണ്. പഴം ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കാണാനും നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇനിയിപ്പോൾ മക്കളൊക്കെ വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ 4 മണിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 പഴം എടുത്തിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് പാനിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ പഴം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. നെയ്യിലിട്ടിട്ട് പഴം വഴറ്റുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഓപ്ഷണലാണ്. ഞാനിപ്പോൾ ഒന്നും ഇടുന്നില്ല. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. മതി, ഇത്രയും മതി കേട്ടോ. ഇത്രയും വഴറ്റിയെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. മുട്ടയുടെ മിക്സ് കൂട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 മുട്ട ഒന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 3 ടീസ്പൂണ് മൈദപ്പൊടിയാണ് കേട്ടോ. ഇതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കേക്ക് പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ബാറ്റർ. എന്നാൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ആവശ്യമില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ആവശ്യത്തിനുള്ള മധുരമാണ്. നിങ്ങൾക്ക് എത്ര ആവശ്യത്തിന് വേണ്ടി വെച്ചാൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 4 ടീസ്പൂണ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മിൽക്ക് പൗഡറാണ്. ഒരു 2 ടീസ്പൂൺ മിൽക്ക് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മിൽക്ക് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് പകരം നമുക്ക് പാൽ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു. ഇതിന് പകരം നമുക്ക് പാൽ ഒഴിച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഈ പരുവത്തിലാണ് അരിച്ചെടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്കൊരു കടായി വെക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് മെൽറ്റായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് നമ്മളെ ബാറ്റർ ഉണ്ടല്ലോ, അതിൽ നിന്ന് പകുതി ഒഴിച്ച് കൊടുക്കുക. പകുതി മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ പകുതി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് അത്ര മതി കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ. അപ്പോൾ അതൊന്ന് ബേക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യണ മാതിരി ഒന്ന് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ നടുവശത്താണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. സൈഡിൽ കൂടെ ഒന്നും ആകാതെ നടുവിൽ മാത്രമായിട്ട് വെച്ച് ചെയ്ത് കൊടുക്കണം. നല്ല ടേസ്റ്റാട്ടോ അത് കഴിക്കാൻ. സൈഡ് ഭാഗത്തേക്കൊന്നും പോകരുത്. നടുവശത്തായിട്ട് മാത്രം ഇത് ഫില്ല് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ എടുത്തതിൻ്റെ ബാക്കിയുണ്ടല്ലോ മിക്സ്, അത് ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ മൊത്തം ഒഴിച്ച് കൊടുക്കുക ചുറ്റിച്ചിട്ട്. ഇനി ഇത് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ വേണ്ടി വന്നെന്ന് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ടൈമിനനുസരിച്ച് നോക്കിയാൽ മതി. വെന്തിക്കണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ ഇത് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു കേക്ക് ബേക്ക് ചെയ്യുന്ന അതേമാതിരി തന്നെയാണിത്.
കേക്ക് തന്നെയാണ്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ പഴം വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കൊന്ന് വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ട് കൊടുക്കാം. കണ്ടോ, നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ വശം കൂടി ഒന്നുകൂടി കളറൊന്ന് ചേഞ്ച് ആവണ വരെ ഒന്ന് ഇതാക്കുക. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നീ കട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാട്ടോ കാണാൻ ഇതിൻ്റെ ഉള്ളിൽ. അപ്പം ഇനി മക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. സ്കൂളില്ലാതെ മക്കളൊക്കെ വീട്ടിലിരിക്കുമ്പോൾ അവർക്കൊക്കെ ഈവനിങ്ങിനൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുക. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യണം കേട്ടോ. കണ്ടോ, നല്ല കാണാൻ നല്ല ഭംഗിയാണ്, നല്ല സോഫ്റ്റാണ്. താങ്ക് യു.